ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വചനം വായിക്കാം. അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി കാളക്കുട്ടിയെ വാർത്തെടുത്തു. ഇത് പുറപ്പാട് പുസ്തകത്തിലുള്ള വായനയാണ്. 32-ാം അധ്യായം 1-ാം തിരുവചനം നമുക്ക് നോക്കാം. ഉടമ്പടി സ്വീകരിക്കാനായി മലകേറിയ മോശ തിരിച്ചു വരാൻ വൈകി. ജനം അക്ഷമരും അസ്വസ്ഥരുമായി. അവർ തങ്ങൾക്കായി ഒരു ദൈവത്തെ മെനഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. പ്രധാന പുരോഹിതൻ അഹറോൻ നേതൃത്വം നൽകി. അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി കാളക്കുട്ടിയെ വാർത്തെടുത്തു എന്ന് പറയുന്നു. അഹറോൻ വാർത്തെടുത്ത സ്വർണ്ണ വിഗ്രഹം എന്നും പ്രസക്തമായ പ്രതീകമാണ്. ഒരു ഓർമ്മപ്പെടുത്തലും മരുഭൂമിയിലൂടെയുള്ള യാത്രാമധ്യേ ദൈവഹിതത്തിനെ കാതോർക്കാൻ കഴിയണം. യാചനകൾക്ക് ഉടനെ മറുപടി കിട്ടിയില്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കണം. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളും നഷ്ടങ്ങളും സഹനങ്ങളുമെല്ലാം പരീക്ഷണങ്ങളായി സ്വീകരിക്കണം. അവ പ്രലോഭനങ്ങളായി തീരാൻ അനുവദിക്കരുത്. പ്രലോഭനങ്ങളെ തിരിച്ചറിയാനും തിരസ്കരിക്കാനും ദൈവത്തോട് വിശ്വസ്തത പുലർത്താനും നോമ്പുകാലം സഹായമാകട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.